ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ഗൈഡൻസ് ആണ്, അതായത് ജൂൺ 26 എനർജിയാണ്. എന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ജൂൺ 26 എനർജിയാണ്. പയൽ നമ്പർ 1 എനർജി. ഫസ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ നോക്കാം ഇന്നത്തെ ദിവസത്തെ. താങ്ക് യു. പയൽ നമ്പർ 1. താങ്ക് യു. Today I live in the present. Today I will start with a smile. I am in control of my attitude. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളെ ഏറ്റവും സഹായിക്കുന്നത് പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോഴെന്താണോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തിന് ഞാൻ എന്താണോ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് എനർജീസാണ് ഈ ഒരു സമയത്ത് ഞാൻ കൊടുക്കേണ്ടത്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോഴെന്താണോ ആവശ്യമുള്ളത്, ഈ ഒരു ടൈമിലെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഊർജ്ജമാണ്. ഏത് എനർജിയിലിരുന്നിട്ടാണ് നിങ്ങളതൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലെ ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു ഊർജം മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇവിടെ സ്മൈലിൻ്റെ എനർജി പറയുന്നുണ്ട്. ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫൺ എനർജി, ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനായിട്ടും പറയുന്നുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എനർജി കൊടുത്ത് സമയം കളയുന്നതിന് പകരമായിട്ട് എഗെയിൻ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തിന് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാം, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്മാർട്ട് വേയിൽ വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ചിലപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. എഗെയിൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിലിരുന്നിട്ട് ആസ്വദിച്ച് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് എന്താണെന്ന് നോക്കുക. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി. താങ്ക് യു. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി ന്യൂ ബിഗിനിങ്, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ്, അസറ്റ്സ്, പ്രോപ്പർട്ടി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസിൽ വരുന്നുണ്ടാകാം. ഓക്കെ, കാറായിരിക്കാം, നിങ്ങളുടേതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെ ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്ത് നിൽക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂ എനർജിക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു പുതിയൊരു അറിയിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. ഹാർട്ട് ചക്ര എനർജിയും കാണുന്നുണ്ട്. ഒത്തിരി ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും കാണുന്നുണ്ട്. ഒരു കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് ഇമോഷണലി നിങ്ങൾ എനർജി കൊടുക്കുന്നുണ്ടാകാം, വൈകാരികമായിട്ടുള്ള എനർജി കൊടുക്കുന്നുണ്ടാകാം, അറ്റാച്ച്മെൻറ്റിലോട്ട് പോകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ, ആങ്സൈറ്റി, പേടി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും ഇല്യൂഷൻ മായയായിരിക്കാം. ഞാൻ എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി, സ്റ്റക്കായിപ്പോയി, എനിക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ തന്നെ തോട്ട് പ്രോസസ്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അതിന് അഗെയിൻ നിങ്ങളുടെ ഈ ഒരു എനർജിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ചും കൂടെ
ലൈഫിനെ, നിങ്ങളുടെ ഓരോ ചാലഞ്ചസിനെയും നിങ്ങൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് നിങ്ങൾ കൊടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ സംഭവിക്കും, ഓക്കെ, പക്ഷെ അത് നിങ്ങൾ എടുക്കുന്ന രീതി ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒത്തിരി ഫ്രീഡം കിട്ടുന്നതായിട്ട്, ഒത്തിരി സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡെത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഇതെന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു എൻഡിങ്, ഒരു സ്റ്റോപ്പ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അതുവഴി എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് ആയിരിക്കാം കുറച്ച് പേരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്ട്രി, നിങ്ങളുടെ പൂർവികരായിട്ടുള്ള എനർജിയാണ്. അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടീത്ത്, പല്ലുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി, ഒരു സഹായം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഈ ഒരു കാർഡിൽ വന്നിട്ട് ഈ ഒരു സ്കെൽറ്റൻ വന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പാസ്റ്റിൽ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം അറ്റൻഷൻ നൽകാത്തൊരു വ്യക്തി സഡനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ് നൽകുന്നതായിട്ട്, ഒരു സ്മൈൽ നൽകുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ജസ്റ്റേഴ്സ് നൽകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നിട്ടുമാകാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജം മറ്റുള്ളവർക്ക് ഒത്തിരി പ്രചോദനമാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഐഡിയ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഊർജം ഉണ്ടാകാം. അത് ഒത്തിരി പേർക്ക് ഒരു മോട്ടിവേഷൻ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുക്കാനായിട്ട്, കരിയർ ഗൈഡൻസ് കൊടുക്കാനായിട്ട്, അങ്ങനത്തെ എനർജിയായിട്ടും കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് ചേഞ്ച്, മാറ്റങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി, ഫ്രഷ് സ്റ്റാർട്ടിൻ്റെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിരിക്കാം, ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഹീലിംഗും ആകാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഈ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പുതിയൊരു അവസരം, ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സിൽ ഒത്തിരി ഓപ്ഷൻസ് ആണ്, ഒത്തിരി അവസരങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ എനർജി എന്താണെന്ന്. ജൂൺ 26ൻ്റെ എനർജി പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഫസ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പായൽ നമ്പർ 2 വന്നിട്ട് താങ്ക് യു. ടുഡേ ഐ മേക്ക് എ ഡിഫറൻസ്. ടുഡേ ഐ വിൽ സ്റ്റേ ഫോക്കസ്ഡ്, വർക്ക് ഹാർഡ് ആൻഡ് ഡു മൈ വെരി ബെസ്റ്റ് അറ്റ് എവറിത്തിങ് ഐ ഡു. ഇവിടെ ഒത്തിരി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വന്നിട്ട് സ്റ്റേ ഫോക്കസ്ഡ്. എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവിടെ കൂടുതലായിട്ട് നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എഫേർട്സ് സത്യസന്ധമായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാർഡ് വർക്കിൻ്റെ എനർജിയും പരിശ്രമിക്കേണ്ട ഒരു എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഓർത്തിട്ട് വറി ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒപ്റ്റിമിസം, കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട്
ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് എനർജി, മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയിൽ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ചുറ്റും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല എന്താ പറയുക കഴിവുകളുള്ള വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരുടെ പോസിറ്റീവ് സൈഡുമുണ്ട്, നെഗറ്റീവ് സൈഡുമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ആളുകളെ വിലയിരുത്തുമ്പോൾ അത് മനസ്സിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി സ്ട്രോങ് എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വേർഡ്സ് കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി മാർസിൻ്റെ എനർജി കാണുന്നുണ്ട്, ചൊവ്വയുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ മാർസ് വന്നിട്ട് ഒത്തിരി ഫയറി എനർജിയാണ്. അതായത് ഒത്തിരി പാഷൻ, ഒത്തിരി ആഗ്രഹങ്ങൾ, അതിന് വേണ്ടിയിട്ട് തൻ്റെ ഗോൾസിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് പേര് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റിവീലേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സത്യം മറിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇല്യൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ ട്രൂത്ത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രൂത്ത്, എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ആയിരിക്കാം, ബോൾഡായിട്ടിരിക്കുന്ന ഒരു എനർജിയും ആയിരിക്കാം. എംപറർ കണ്ടോ, ഒത്തിരി ബോൾഡായിട്ടുള്ള എനർജിയാണ്, ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി റൂൾസിൻ്റെ എനർജി കാണുന്നുണ്ട്, ഒത്തിരി ലോ റൂൾസ് അതിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെയായിരിക്കാം ഒത്തിരി സ്ട്രെങ്ത്ത്, ഒത്തിരി പവർ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ പബ്ലിക് ഫിഗറിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഓറ, നിങ്ങളുടെ പ്രസൻസും ഒത്തിരി പവർഫുള്ളായിരിക്കും, ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് എഗെയിൻ കരിയറിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റീസ്, തീരുമാനമെടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവ്, അതിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള കഴിവുകൾ നിങ്ങളെ ഒത്തിരി വിജയത്തിലോട്ട് നയിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും എനർജീസും ആകാം, പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസിൽ ഹീലിംഗ് വരുന്നതുമാകാം. അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഇവിടെ 8 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. യാത്രാ സമയങ്ങളിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് എഗെയിൻ ഇത് കമ്മ്യൂണിക്കേഷനാണ്, മെസ്സേജാണ്, ഇൻഫർമേഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതും മറ്റുള്ളവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതായിട്ട്, സഹായമായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഈ ഒരു ദിവസം വരുന്നുണ്ടാകാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കോർട്ട് കേസ്, ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫേവറിൽ, നിങ്ങളുടെ സൈഡിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അനൗൺസ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്.
3 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ കൊളാബറേഷൻ കാണുന്നുണ്ട്, ചേർന്ന് പ്രവർത്തിക്കുന്ന എനർജി കാണുന്നുണ്ട്. ഒത്തിരി പാർട്ടി, മീറ്റിംഗ്, എൻജോയ്മെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട്, അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളെ കുറച്ചും കൂടെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ടും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, എന്തെങ്കിലും പാസ്റ്റ് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവ് രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസിൻ്റെ എനർജി വർക്കാകുന്നതാണ്. കാര്യങ്ങൾ പറഞ്ഞ് റിസോൾവ് ചെയ്യാനായിട്ട്, ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗ്രിമെൻറ്റിൻ്റെ എനർജി, കോൺട്രാക്റ്റിൻ്റെ എനർജി സൈൻ ചെയ്യുക, അതെല്ലാം പോസിറ്റീവായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിഫറൻസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ ശ്രദ്ധ, അറ്റൻഷൻ, ലാസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഏറ്റവും മാക്സിമം, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.